കൊറിയർ മാർഗമുള്ള ലഹരിക്കടത്ത് വ്യാപകമാകുന്നു. പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് കൊറിയർ വഴി മയക്കുമരുന്ന് കടത്തുന്നകൾ വർദ്ധിക്കാൻ കാരണം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും എൻസിബിയും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കൊറിയർ പാർസലുകൾ വഴി നടത്തുന്ന ലഹരിക്കടത്തുകൾ പെട്ടെന്ന് പിടിക്കപ്പെടുന്നില്ല എന്നതും പാർസലുകളിലുള്ള ലഹരിവസ്തുക്കൾ കണ്ടെത്താനുള്ള പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ളതുമാണ് ലഹരിക്കടത്തുകാർ ഈ മാർഗത്തിലേക്ക് കടക്കാൻ കാരണം. നേരത്തെ ട്രെയിൻ മാർഗവും ചരക്ക് ലോറികൾ വഴിയുമെല്ലാം നടന്ന ലഹരിക്കടത്തുകൾ പരിശോധനകൾ കർശനമായതോടെ പുതിയ മാർഗത്തിലേക്ക് തിരിയുകയായിരുന്നു. പാർസൽ സ്കാനർ പോലുള്ള മെഷീനുകൾ കൊറിയർ സ്ഥാപനങ്ങളിൽ ഇല്ലാത്തതും ലഹരി വസ്തുക്കൾ കടത്തുന്നതിന് കാരണമായി. ലഹരി വസ്തുക്കളുടെ കൊറിയർ വഴിയുള്ള കടത്ത് വർദ്ധിപ്പിച്ചു. ചോക്ലേറ്റുകൾ, നട്ട്സ് എന്നിങ്ങനെ പല പേരുകളിലാണ് ലഹരിക്കടത്തുകാർ കൊറിയറുകൾ അയച്ചിരുന്നത്. തപാൽ പാഴ്സലിൽ നിന്ന് നേരത്തെ 350-ലധികം LST സ്റ്റാമ്പുകൾ NCB പിടികൂടിയിരുന്നു. കൊറിയർ സ്ഥാപനങ്ങൾ വഴി വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വിപണനം തടയുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് നഗരത്തിലെ കൊറിയർ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധന നടത്തിയിരുന്നു. കൊച്ചി സിറ്റി ഡോസ് സ്ക്വാഡും ഒപ്പമുണ്ടായിരുന്നു. ജനം, കൊച്ചി.